നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി എന്താണെന്ന് പരിശോധിക്കാം. ഒരു ബോഡിയുടെ റൊട്ടേഷൻ കൺസിഡർ ചെയ്യാം. സപ്പോസ് യു ആർ കൺസിഡറിങ് ദ റൊട്ടേഷൻ ഓഫ് എ ബോഡി അബൌട്ട് ദി സെഡ് ആക്സിസ്. ഫിഗർ ശ്രദ്ധിക്കുക. സെഡ് ആക്സിസ് ആണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബോഡി ഈസ് എൻ ഇറഗുലർ ഷേപ്ഡ് ബോഡി, ഒരു പെർട്ടിക്കുലർ റെഗുലർ ഷേപ്പ് ഇല്ലാത്തൊരു ബോഡിയാണ്. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദി സെഡ് ആക്സിസ്. ഈ റൊട്ടേഷനിൽ ഇഫ് യു കൺസിഡർ എ പാർട്ടിക്കിൾ പി, ഫിഗറിൽ നിങ്ങൾക്ക് ഒരു പാർട്ടിക്കിൾ പി കാണാം. അപ്പോൾ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? ഇറ്റ് മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്. Okay, as the body rotates about that particular axis, a particle in that body moves in a circular path. അപ്പോൾ സ്മോൾ ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി സെക്കൻഡിൽ ഈ ബോഡിക്ക് ഉണ്ടായ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ ആണെന്ന് വിചാരിക്കുക. അതായത് ബോഡി മീൻസ് ആ പാർട്ടിക്കിൾ ഇനീഷ്യൽ പൊസിഷൻ പിയിൽ നിന്ന് ഫൈനൽ പൊസിഷൻ പി ഡാഷിലേക്ക് എത്തുമ്പോൾ ആ പാർട്ടിക്കിളിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റയാണ്. ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് അല്ല, ബോഡി ഈസ് റൊട്ടേറ്റിംഗ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിളിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ആവറേജ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇൻ്റർവൽ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, അതാണ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ ദാറ്റ് ഇസ് ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇപ്പൊ ഫിഗറിൽ എക്സ് വൈ ആക്സിസ് ശ്രദ്ധിക്കുക. സെഡ് ആക്സിസ്, ഈ സെഡ് ആക്സിസ് ആണ് ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആംഗുലർ വെലോസിറ്റി മുമ്പ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്, ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇൻ പ്യുവർ ട്രാൻസ്ലേഷൻ, ഈ ലെസൺ തുടങ്ങുന്ന ആ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അല്ലെ പറഞ്ഞ കാര്യമാണ്. പ്യുവർ ട്രാൻസ്ലേഷൻ ബോഡി മോഷനിൽ ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ഹാവ് ദ സെയിം ലീനിയർ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അതായത് ഒരു ബോഡിക്ക് ട്രാൻസ്ലേഷൻ മാത്രം ഉണ്ടാവുമ്പോൾ അതിലെ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ ലീനിയർ വെലോസിറ്റി ആയിരിക്കും. ഓരോ പാർട്ടിക്കിൾ ഓരോ വെലോസിറ്റിയിലല്ല മൂവ് ചെയ്യുക. ഇപ്പോൾ ബോഡിയുടെ വെലോസിറ്റി വി ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ബോഡിയിലെ മുഴുവൻ പാർട്ടിക്കിൾസും അല്ലെങ്കിൽ മുഴുവൻ പാർട്സും ഈ സെയിം വെലോസിറ്റി വിയിലാണ് മൂവ് ചെയ്യുന്നതെന്നർത്ഥം. അതേപോലെ തന്നെ ഇൻ പ്യുവർ റൊട്ടേഷൻ all parts of the body have the same angular velocity at any instant of time. ബോഡിയുടെ എല്ലാ പാർട്സിനും അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ ആംഗുലർ വെലോസിറ്റി ആണ്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസ്ലേഷനും റൊട്ടേഷനും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പോകുന്നത്. ട്രാൻസ്ലേഷൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ? പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ റൊട്ടേഷനിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം മെക്കാനിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോഡിയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ മാത്രമല്ല, ട്രാൻസ്ലേഷൻ ഉണ്ടാവാം, റൊട്ടേഷൻ മാത്രം ഉണ്ടാവാം, ട്രാൻസ്ലേഷനും റൊട്ടേഷനും ഉണ്ടാവാം. അപ്പോൾ ട്രാൻസ്ലേഷൻ മോഷനിൽ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ റൊട്ടേഷൻ മോഷനിൽ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ മോഷനിൽ ഒരു ബോഡിക്ക് അതിൻ്റെ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ ലീനിയർ വെലോസിറ്റി ആണ്. അതുപോലെ തന്നെ ഇൻ റൊട്ടേഷൻ, ഇൻ പ്യുവർ റൊട്ടേഷൻ, അതായത് റൊട്ടേഷൻ മാത്രമുള്ള ഒരു അവസ്ഥയിൽ ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ഹാവ് ദ സെയിം ആംഗുലർ വെലോസിറ്റി. ഏതൊരു സമയത്ത് നോക്കിയാലും ആംഗുലർ വെലോസിറ്റി സെയിം ആയിരിക്കും എല്ലാ പാർട്ടിക്കിൾസിനും. ഓക്കെ, അപ്പോൾ ലീനിയർ വെലോസിറ്റി വി ആണെങ്കിൽ അതുപോലെ തന്നെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാം, വി ഈക്വൽ ടു ഒമേഗ ആർ. ഈ റിലേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. Relation between linear velocity and angular velocity, v equal to omega r. അപ്പോൾ ഈ ഒരു റിലേഷൻ നമ്മൾ എങ്ങനെയാണ് റൊട്ടേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് അതിൽ എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് മാറ്റം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബോഡിയുടെ റൊട്ടേഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു ബോഡി എബൌട്ട് എ പെർട്ടിക്കുലർ ആക്സിസ്, ഇപ്പോൾ നമ്മൾ കണ്ട പോലെ സെഡ് ആക്സിസിൽ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ റൊട്ടേഷനെ സംബന്ധിച്ച കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം.
ഇവിടെ നമുക്കൊരു റിജിഡ് ബോഡിയാണുള്ളതെന്ന് വിചാരിക്കുക. ഇതൊരു റിജിഡ് ബോഡിയാണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ മാത്രമാണ്, അതായത് റിജിഡ് ബോഡി എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് സപ്പോസ് ദിസ് ഇസ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ഒരു ആക്സിസിൽ ബോഡിക്ക് റൊട്ടേറ്റ് ചെയ്യാം. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം? ദ ബോഡി റൊട്ടേറ്റ്സ് ലൈക്ക് ദിസ് അബൌട്ട് ദിസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ഇതൊരു തരത്തിലുള്ള റൊട്ടേഷനാണ്. ഇനി മറ്റൊരു രീതിയിലും ബോഡിക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇനി കാണുന്നത് പോലെ ബോഡിക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് തരത്തിലാണ് ആക്സിസ് വന്നത്. ഇപ്പോൾ ഉള്ളതുപോലെയല്ല നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത റൊട്ടേഷൻ. ഇവിടെ നമ്മൾ 3 പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യണം. ബോഡിയിൽ ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. 3 പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യാണ്, P1, P2, P3. ഓക്കെ, ഇനി ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് എന്ന്? ഫിസിക്സ് എന്ന് പറയുന്നത് ധാരാളം ഇമാജിനേഷൻ ആവശ്യമുള്ള ഒരു സയൻസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഇമാജിൻ ചെയ്യണം. അപ്പോൾ പാർട്ടിക്കിൾ ഞാനിവിടെ ഒരു ക്രോസ് മാർക്ക് കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ P1 ഇസ് എ പാർട്ടിക്കിൾ ഇൻ ദിസ് ബോഡി, P2 ഇസ് അനദർ പാർട്ടിക്കിൾ, P3 ഇസ് അനദർ പാർട്ടിക്കിൾ. ഓക്കെ, ഇനി ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ P1 എന്ന പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് പാത്ത് ഓഫ് P1 മൂവ്സ് ഇൻ എ സർക്കുലാർ പാത്ത് അല്ലേ? P1 ഒരു സർക്കുലാർ പാത്തിലല്ലേ മൂവ് ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് P2. ഓക്കെ, P2 ഒരു സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്നു. സിമിലർലി P3. അപ്പോൾ ഒരു ബോഡി വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് അബൌട്ട് ആൻ ആക്സിസ്, the particles in the body moves in a circular path. നോക്കൂ, P1 എന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു സർക്കുലർ പാത്താണ് ഇത്. ഓക്കെ, അതുപോലെ P2 എന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്ത് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. സിമിലർലി പാർട്ടിക്കിൾ P3 ഓൾസോ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പോൾ ഈ ബോഡി വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് അബൌട്ട് ആൻ ആക്സിസ്, ഒരു ആക്സിസിൽ ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏതൊരു റൊട്ടേഷനിലും നമുക്ക് ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ കൺസിഡർ ചെയ്യാം അല്ലേ? ഒരു ഭൂമിയുടെ റൊട്ടേഷൻ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് ഭൂമിയുടെ ആക്സിസ്, അച്ചുതണ്ട് എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ. അപ്പോൾ ഏതൊരു കേസിലും നമുക്കൊരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ കൺസിഡർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്സിസ് എന്ന് പറയുന്നത് വെച്ചത് നിങ്ങൾക്കത് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പുറമേ നിന്നൊരു ആക്സിസ് വെക്കുക എന്നുള്ളതല്ല അതിൽ ഉദ്ദേശിക്കുന്നത്. ആ ബോഡിയുടെ റൊട്ടേഷനിൽ നമുക്കൊരു ആക്സിസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ആക്സിസിൽ നിന്ന് പല ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ P1 ആണ് ഏറ്റവും അടുത്തുള്ള പോയിന്റ്. അത് മൂവ് ചെയ്യുന്ന സർക്കുലർ പാത്ത് കാണാം. ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ P1 എന്ന പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു. P2 ഓൾസോ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്, P3 ഓൾസോ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പോൾ ഈ ബോഡിയിലെ എല്ലാ പാർട്ടിക്കിൾസും ഈ ഒരു സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. ആ സർക്കിളിൻ്റെ ഒക്കെ സെൻറ്റർ എവിടെയാണ്? നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും. ഈ P1 എന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സർക്കിൾ, P2 എന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സർക്കിൾ, P3 മൂവ് ചെയ്യുന്ന സർക്കിൾ, ഇതിൻ്റെയൊക്കെ സെൻറ്റർ എവിടെയാണ് നോക്കൂ? ഇറ്റ് ലൈസ് ഓൺ ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിലായിരിക്കും ഇതിൻ്റെ സെൻറ്റർ. ഓക്കെ, അതുപോലെ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്? റേഡിയസ് എന്തായിരിക്കും? ഈ ആക്സിസിൽ നിന്ന് P1ലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ ഈ സർക്കിളിൻ്റെ റേഡിയസ്? ഒന്ന് നോക്കൂ. സി, സോ സപ്പോസ് ദിസ് ഇസ് ദി ആക്സിസ്. ഈ ഒരു പോയിന്റിലൂടെയാണ് ആക്സിസ് പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് P1ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ റേഡിയസ് ഓഫ് ദിസ് സർക്കുലർ പാത്ത്. ഓക്കെ, സിമിലർലി ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു P2 ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് ഫോർ P2. അതുപോലെ തന്നെ P3 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് P3ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ആ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം, അതായത് ലീനിയർ വെലോസിറ്റി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ലീനിയർ വെലോസിറ്റി, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലീനിയർ വെലോസിറ്റി എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ലീനിയർ വെലോസിറ്റി V ഡിപ്പെൻഡ്സ് ഓൺ റേഡിയസ്. ഒമേഗ എല്ലാ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പാർട്ടിക്കിൾസിനെ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ റേഡിയസ് വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഓരോ പാർട്ടിക്കിളിൻ്റെയും ഡിസ്റ്റൻസിനനുസരിച്ച് ആറിൻ്റെ വാല്യൂ വ്യത്യസ്തമായിരിക്കും. സോ ആസ് R increases, the linear velocity also increases. As R decreases, the linear velocity also decreases.
അപ്പോൾ നോക്കൂ, ഏത് പാർട്ടിക്കിളിനായിരിക്കും കൂടുതൽ ലീനിയർ വെലോസിറ്റി ഉണ്ടാവുക? 6 ഏറ്റവും കൂടുതലുള്ള പാർട്ടിക്കിളിനായിരിക്കും കൂടുതൽ ലീനിയർ വെലോസിറ്റി. അത് ഏത് പാർട്ടിക്കിളിനായിരിക്കും? P3 അല്ലേ? P3 ആണ് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് കൂടുതൽ അകലത്തിലുള്ളത്. അപ്പോൾ P3ക്ക് ലീനിയർ വെലോസിറ്റി കൂടുതലായിരിക്കും, കാരണം റേഡിയസ് കൂടുതലാണ്. അതേസമയം ലീനിയർ വെലോസിറ്റി ഏറ്റവും കുറവുള്ളത് P1 എന്ന പാർട്ടിക്കിളിനാണ്, കാരണം P1 ലൈസ് ക്ലോസ് ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആറിൻ്റെ വാല്യൂ കുറവാണ്, അതുകൊണ്ട് ലീനിയർ വെലോസിറ്റിയും കുറവായിരിക്കും. അപ്പോൾ V = R⍵ എന്നുള്ള റിലേഷനിൽ നിന്ന് നമുക്ക് ലീനിയർ വെലോസിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ആറിൻ്റെ വാല്യൂ അനുസരിച്ച് ലീനിയർ വെലോസിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയ ആണ് കിട്ടുന്നത്. സോ ലീനിയർ വെലോസിറ്റി നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് R ആൻഡ് ഒമേഗ. ഇതിൽ R എന്നത് നമുക്കൊരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഡിസ്റ്റൻസ് ഒരു വെക്ടറായിട്ട് അല്ലെങ്കിൽ റേഡിയസ് ആയിട്ടാണ് എടുക്കുക, ആക്സിസിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. സോ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാം. ഒമേഗ ആംഗുലർ വെലോസിറ്റി ഓൾസോ ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ രണ്ട് വെക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ഒമേഗ ക്രോസ് R. അത് മാത്രമല്ല നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കാനും കഴിയും ഈ ഒരു റിലേഷൻ. അപ്പോൾ ലീനിയർ വെലോസിറ്റി ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി, ഇറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് R. This is the relation connecting linear velocity, angular velocity and radius of the circular path. If you are considering a particular particle, ith particle consider ആണെങ്കിൽ ലീനിയർ വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ V = ഒമേഗ R നമ്മൾ നേരത്തെ കണ്ടാണ്. അപ്പോൾ ith പാർട്ടിക്കിൾ ആയിരിക്കുമ്പോൾ VI = ഒമേഗ RI എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്തുകൊണ്ടാണ് അങ്ങനെ കൺസിഡർ ചെയ്തത്? അതായത് ആക്സിസിൽ നിന്ന് എല്ലാ പാർട്ടിക്കിൾസും ഒരേ ഡിസ്റ്റൻസിലല്ല അല്ലേ? ഒരു ബോഡിയുടെ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ പാർട്ടിക്കിൾസും അതിൻ്റെ ആക്സിസിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലല്ല. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിക്കിൾ, രണ്ടാമത്തെ പാർട്ടിക്കിൾ, ഈ രീതിയിൽ നമ്മൾ പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ ലീനിയർ വെലോസിറ്റി എന്താണ്? അതാണ് ഒമേഗ R1 എന്ന് പറയാം. രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ ലീനിയർ വെലോസിറ്റി എന്താണ്? ഒമേഗ R2. അപ്പോൾ ജനറൽ ആയിട്ട് ഇഫ് യു കൺസിഡർ ദി ith പാർട്ടിക്കിൾ, then the linear velocity of the ith particle is given by VI = ഒമേഗ RI എന്നെഴുതാം. മറ്റൊന്ന് ഓർത്തിരിക്കേണ്ടത് ആംഗുലർ വെലോസിറ്റി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. കാരണം d⁻dt ആണല്ലോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. d⁻ എന്നത് ആംഗിൾ ആണ്, അതിൻ്റെ SI യൂണിറ്റ് റാഡ് ആണ്, റേഡിയൻ. ടൈമിൻ്റെത് സെക്കൻഡ്. സോ യൂണിറ്റ് ഓഫ് ആംഗുലർ വെലോസിറ്റി ഇസ് റേഡിയൻ പെർ സെക്കൻഡ്. And for rotation about a fixed axis, angular velocity vector lies along the axis of rotation. Angular velocity vector ആണെന്ന് പറഞ്ഞു. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് along the axis of rotation. ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഉണ്ടാവുക. ആൻഡ് മാഗ്നിറ്റ്യൂഡാണ് d⁻dt. നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ഡെമോൺസ്ട്രേഷനിലും അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒക്കെ കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു ബോഡിയുടെ കേസ്, ഒരു ബോഡിയുടെ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്. ഓക്കെ, ഫിക്സഡ് ആക്സിസ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ വേരിയിങ് ആക്സിസ് ഉണ്ടെന്നല്ലേ അർത്ഥം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പമ്പരത്തിന്റെ മൂവ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഒരേ ആക്സിസിലല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ മൂവ്മെന്റ് ചെറുതായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് ആക്സ് ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ അല്ലാത്ത കേസാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ഫിക്സഡ് ആക്സസ്. ആ തരത്തിലുള്ള റൊട്ടേഷനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് ഒന്ന് നമുക്ക് പറഞ്ഞു പോവാം. ഒന്ന് ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ, അതായത് ഫോർ റൊട്ടേഷൻ ഓഫ് എ ബോഡി അബൌട്ട് ദി ഫിക്സഡ് ആക്സസ് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, സെയിം ആംഗുലർ വെലോസിറ്റി ഒമേഗ ഫോർ ഓൾ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി. ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്നുകൂടി ഒരു ഓർഡറിൽ പറയുന്നു എന്നുള്ളത് മാത്രം. എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ ആംഗുലർ വെലോസിറ്റി ആണ്. സെക്കൻഡ് പോയിന്റ്,
The particles in the body move in a circular path with its center on the axis of rotation and radius equal to the distance of the particle from the axis of rotation. ഇപ്പോൾ നമ്മൾ കണ്ടു ആക്സിസിൽ പിന്നെ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾസ് ഒരു സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുക. ആ സർക്കിൾസിന്റെ ഒക്കെ സെന്റർ ആക്സിസ് ഓഫ് റൊട്ടേഷനിലാണ്. ഓരോ പാർട്ടിക്കിളിന്റെയും സർക്കുലർ പാത്തിന്റെ റേഡിയസ് ഡിഫറെന്റ് ആണ്. ആ റേഡിയസ് ഏതിന് ഈക്വൽ ആണ്? പാർട്ടിക്കിൾ ഈ ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണുള്ളത് ആ ഒരു ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ റേഡിയസ് ഇസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. Now third point, for particles on the axis r equal to 0. നമ്മൾ നേരത്തെ കണ്ടു r കൂടുന്നതിനനുസരിച്ച് ലീനിയർ വെലോസിറ്റി കൂടും, r കുറയുന്നതിനനുസരിച്ച് ലീനിയർ വെലോസിറ്റി കുറയും. കാരണം v equal to r ഒമേഗ ആണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ റേഡിയസ് അല്ലെങ്കിൽ പാർട്ടിക്കിള് ആക്സിസിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് പോകുന്തോറും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ഔട്ടർ പെരിഫറിയിലുള്ള പാർട്ടിക്കിൾസ് ആണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, ലീനിയർ വെലോസിറ്റി കൂടുതലായിരിക്കും. അതേസമയം ആക്സിസിനോട് അടുത്തടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആക്സിസിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് ഡിസ്റ്റൻസ് r കുറവാണ്. അതുകൊണ്ട് തന്നെ ലീനിയർ വെലോസിറ്റിയും കുറവാണ്. അങ്ങനെയെങ്കിൽ വാട്ട് അബൌട്ട് ദ പാർട്ടിക്കിൾസ് ഓൺ ദി ആക്സിസ്? നേരത്തെ ഡെമോൺസ്ട്രേഷൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ വേറെ തന്നെ ഒരു ആക്സിസ് ആയിട്ട് എടുത്തതാണ്. ഓക്കെ, അല്ലാതെ സാധാരണ നമ്മൾ ഈ പ്യുവർ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ പുറമേ നിന്നുള്ള ഒരു ബോഡി അല്ല ആക്സിസ്. അതായത് ആ ബോഡി തന്നെ, ആ ബോഡിയിൽ ഉള്ളിൽ ആ പാർട്ടിക്കിൾസിന്റെ ഒരു സിസ്റ്റം തന്നെയാണ് അതിന്റെ ആക്സിസ് അല്ലെ. ഇപ്പോൾ എർത്തിന്റെ റൊട്ടേഷന്റെ സമയത്ത് ആക്സിസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് എന്താണ്? പുറത്തുനിന്ന് നമ്മളൊരു ആക്സിസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആ എർത്തിലെ പാർട്ടിക്കിൾസ് ചേരുന്ന ആ ഒരു ലൈനാണ് അവിടെ നമ്മൾ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്സിസിലുള്ള പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം r ഈക്വൽ ടു 0 ആണ്, ഡിസ്റ്റൻസ് 0 ആണ്. അതുകൊണ്ട് തന്നെ ലീനിയർ വെലോസിറ്റി 0 ആണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഓൺ ദി ആക്സിസ് ആർ സ്റ്റേഷനറി. ഓക്കെ, ആ ആക്സിസിലുള്ള പാർട്ടിക്കിൾസ് സ്റ്റേഷനറി ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഫിക്സഡ് ആക്സിസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ദ ആക്സിസ് ഇസ് ഫിക്സ്ഡ്, പാർട്ടിക്കിൾസ് സ്റ്റേഷനറി, മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാർട്ടിക്കിൾസ് സ്റ്റേഷനറി ആണെങ്കിൽ ആ പാർട്ടിക്കിൾസ് ചേർന്നുണ്ടാവുന്ന ആക്സിസ് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് മൂവ്, അതായത് ചേഞ്ച് ചെയ്യുന്നില്ല, ആക്സിസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. അല്ലെങ്കിൽ ചില കേസിൽ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യും. അതാണ് നേരത്തെ ടോപ്പ് ഒരു പമ്പര ഒന്ന് കറക്കി നോക്കുക, അപ്പൊ മനസ്സിലാവും അതിന്റെ ആക്സിസ് ഇങ്ങനെ ചെരിഞ്ഞ് ഉള്ളൊരു മൂവ്മെന്റ് ആക്സിസിന് ഉണ്ടാവും. ഓക്കെ, ഒരു കോണ് പോലെ ഉണ്ടാവും ആക്സിസിന്റെ മൂവ്മെന്റ്. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റൊട്ടേഷൻ അബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ് ആണ്. അപ്പോൾ r ആക്സിസിലുള്ള പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം r 0 ആണ്. അതുകൊണ്ട് ലീനിയർ വെലോസിറ്റി 0 ആണ്, or particles are stationary. Another point, for rotation about a fixed axis, the direction of vector omega does not change with time. Its magnitude may change from instant to instant. അപ്പോൾ ഇത്തരം റൊട്ടേഷനിൽ, ഫോർ റൊട്ടേഷൻ അബൌട്ട് എ ഫിക്സഡ് ആക്സിസ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഏതിൻ്റെ? ആംഗുലർ വെലോസിറ്റി ഒമേഗയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം എന്താ? ആക്സിസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഒമേഗയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അലോങ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ല. ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ അതേ ഡയറക്ഷനാണ്. അപ്പോൾ ആക്സിസ് ഫിക്സ്ഡ് ആണ്, ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ആംഗുലർ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ എന്ത് ചേഞ്ച് ചെയ്യാം? മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് വരാം. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് വരാം. Now, for more general rotation, both magnitude and direction of omega may change from instant to instant. അതായത് സാധാരണ രീതിയിലുള്ള റൊട്ടേഷനിൽ ഇപ്പോൾ നമ്മൾ അബൌട്ട് എ ഫിക്സഡ് ആക്സിസ് എന്ന് അവിടെ സ്പെസിഫൈ ചെയ്തു. അതല്ലാതെ ഒരു ബോഡിയുടെ റൊട്ടേഷനിൽ സാധാരണ രീതിയിലുള്ള റൊട്ടേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ആംഗുലർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാം, ഡയറക്ഷനും ചേഞ്ച് ചെയ്യാം. അപ്പോൾ റൊട്ടേഷനെ സംബന്ധിച്ചിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം. നമ്മളൊരു ബോഡിയുടെ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടാവുക. Now, what is angular acceleration? Angular acceleration denoted by alpha, it is the time rate of change of angular velocity. Linear acceleration നമുക്കറിയാലോ, linear acceleration dv by dt ആണ് അല്ല. അതുപോലെ തന്നെയാണ് ആംഗുലർ ആക്സിലറേഷനും. v എന്ന് പറയുന്നത് അവിടെ ലീനിയർ വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ ഒമേഗ ഇസ് ദി ആംഗുലർ വെലോസിറ്റി. സോ
angular acceleration is rate of change of angular velocity alpha equal to d omega divided by dt. Unit അപ്പം എന്തായിരിക്കും? റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ഉണ്ട്. അപ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് വീണ്ടും പെർ സെക്കൻഡ് വരും. അപ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. Now, if the axis of rotation is fixed, direction of omega and hence that of alpha is fixed. അപ്പോൾ ഒമേഗ കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞു. ആക്സ് ഓഫ് റൊട്ടേഷൻ ഫിക്സ്ഡ് ആയ കേസിൽ ഒമേഗയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആൽഫയുടെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ആൽഫയുടെ ഡയറക്ഷനും ഫിക്സ്ഡ് ആയിരിക്കും. ഒമേഗയുടെ ഡയറക്ഷൻ സെയിം ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആൽഫയുടെ ഡയറക്ഷനും സെയിം ആയിരിക്കും. ഒമേഗയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആൽഫയുടെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. ആംഗുലർ ആക്സിലറേഷൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മറ്റൊരു ക്വാണ്ടിറ്റിയാണ്, ഒരു പുതിയ ക്വാണ്ടിറ്റിയാണ് റൊട്ടേഷണൽ മോഷനെ സംബന്ധിച്ചിടത്തോളം മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓർ ടോർക്ക്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ നമ്മുടെ ഡിസ്കഷനിൽ പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ലേഷനും റൊട്ടേഷനും കമ്പയർ ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള വിവിധ ക്വാണ്ടിറ്റീസ് ജസ്റ്റ് ഒന്ന് റിക്കോൾ ചെയ്യാം. അതായത് ട്രാൻസ്ലേഷൻ മോഷനിൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ എന്നുള്ള ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയി റൊട്ടേഷണൽ മോഷനിൽ വി ഹാവ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ. ഇൻ ട്രാൻസ്ലേഷൻ മോഷൻ യു ഹാവ് ലീനിയർ വെലോസിറ്റി വി. Corresponding quantity in rotation is angular velocity omega. In translation, you have linear acceleration a. Corresponding value in rotation is angular acceleration alpha. അപ്പോൾ പൊസിഷൻ കിട്ടി, ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, വെലോസിറ്റി കിട്ടി, ആക്സിലറേഷൻ കിട്ടി. അടുത്ത ക്വാണ്ടിറ്റി സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ലീനിയർ മോഷനിൽ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷനിൽ ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റിയാണ് റൊട്ടേഷനിൽ അതിൻ്റെ അനലോഗ്, അതായത് അതിൻ്റെ ഇക്വാലന്റ് ക്വാണ്ടിറ്റി റൊട്ടേഷനിൽ വരുന്നത് ടോർക്കാണ്. ഇറ്റ് ഈസ് നോൺ ആസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓൾസോ നോൺ ആസ് ടോർക്ക്. എന്താണ് ടോർക്ക് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. അതായത് ട്രാൻസ്ലേഷൻ മോഷനിൽ ഫോഴ്സ് എന്ന ക്വാണ്ടിറ്റിയുടെ ഇക്വാലന്റ് ക്വാണ്ടിറ്റി റൊട്ടേഷണൽ മോഷനിൽ ഇറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടോർക്ക് ഓർ കപ്പിൾ. അതായത് ഒറ്റ ഒരു ഫോഴ്സിന് മാത്രം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. രണ്ട് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു കപ്പിൾ ആക്ട് ചെയ്യുമ്പോൾ മാത്രമേ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ടോർക്ക് ഫോഴ്സ് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ടോർക്ക് ക്യാൻ പ്രൊഡ്യൂസ് എ ടേണിംഗ് എഫക്റ്റ്. ഓക്കെ, എ ടേണിംഗ് എഫക്റ്റ്, അതായത് ഒരു റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ടോർക്കിന് കഴിയും. ഫോഴ്സിനൊരു ട്രാൻസ്ലേഷൻ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമല്ലോ, അതുപോലെ തന്നെ ടോർക്കിന് റൊട്ടേഷൻ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ബോഡിയിൽ ഒരു ടേണിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താണ് ടോർക്ക്, എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ളത് നോക്കാം. ഫിഗർ ഒന്ന് കൺസിഡർ ചെയ്യാം. അതിൽ കൂടുതൽ വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എക്സ് വൈ സെഡ് 3 ആക്സസ് ആണ്. ഓക്കെ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ് പി. ആ പോയിന്റ് പിയുടെ പൊസിഷൻ വെക്ടറാണ് ആർ. പൊസിഷൻ വെക്ടർ എന്താ? ഒറിജിനും പിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന വെക്ടർ, പൊസിഷൻ വെക്ടർ ആർ. പിന്നെ ചെയ്തിട്ടുള്ളത് സപ്പോസ് എ ഫോഴ്സ് ഇസ് ആക്ടിങ് ഓൺ ദാറ്റ് പാർട്ടിക്കിൾ. പി എന്നുള്ളത് സപ്പോസ് ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ ആൻഡ് ഇറ്റ് ഹാസ് പൊസിഷൻ വെക്ടർ ആർ. ദർ ഇസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ പി എലോങ് ദ ഡയറക്ഷൻ ഷോ. അതിൽ തന്ന ആരോ മാർക്ക് ഉണ്ടല്ലോ, ആ ഡയറക്ഷൻ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഈ ഫോഴ്സ് കാരണമുള്ള ടോർക്ക് അല്ലെങ്കിൽ ദ മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് can be defined as tau equal to r cross f. r cross f. ഈ ഫോഴ്സ് അല്ലെങ്കിൽ ഈ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓർ ടോർക്ക് ഇതൊരു വെക്റ്റർ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇറ്റ്സ് എ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ടോർക്ക് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആ സിമ്പിൾ ടോ എന്നാണ് ഇത് വായിക്കുക, ഗ്രീക്ക് ലെറ്റർ ആണ്.
ഗ്രീക്ക് ലെറ്റർ ടോ ആണത് സിമ്പിൾ. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഇസ് ആർ എഫ് സൈൻ തീറ്റ. നമുക്കറിയാം എ ക്രോസ് ബി ഇസ് എ ബി സൈൻ തീറ്റ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആർ ക്രോസ് എഫ് ഇസ് ആർ എഫ് സൈൻ തീറ്റ. അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് വെക്ടർ ആർ ആൻഡ് വെക്ടർ എഫ്. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടോയുടെ ഡയറക്ഷൻ ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആറിനും പെർപെൻഡിക്കുലർ ആണ്, എഫിനും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന ടോർക്ക് എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ്, അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റയാണ്. അതായത് ഒരു ടേണിംഗ് ഇഫക്റ്റ് ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ടേണിംഗ് ഇഫക്റ്റ് എന്തൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും? ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് തമ്മിലുള്ള ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിന് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്ന് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാം. അതായത് നമ്മളൊരു വാതിൽ അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ ഡോറ് അത് അടയ്ക്കാൻ അല്ലെങ്കിൽ തുറക്കാൻ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാമല്ലോ. ഈ ഫോഴ്സ് പല പൊസിഷനിലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഒന്ന്, ആ വാതിൽ പിടിപ്പിച്ചിട്ടുള്ള ജോയിന്റിലെ അതിൻ്റെ തൊട്ടടുത്ത് ഫോഴ്സ് കൊടുത്തു നോക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ തുറക്കാൻ പറ്റുന്നുണ്ടോ. പിന്നെ ആ ഡിസ്റ്റൻസ് കൂട്ടി കൂട്ടി നമ്മൾ അറ്റത്ത് ഔട്ടർ എഡ്ജിലും ഫോഴ്സ് കൊടുത്തു നോക്കുക. ഇതിൽ ഏത് കേസിലാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് വാതിൽ തുറക്കാനും അടയ്ക്കാനും പറ്റുന്നത്? അതായത് ടേണിംഗ് ഇഫക്റ്റ് വളരെ ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ടേണിംഗ് ഇഫക്റ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കൂടുതൽ ടോർക്ക് ഉണ്ടാവുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ടോർക്ക് കൂടുമ്പോൾ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ടോർക്കിന് എന്ത് സംഭവിക്കുന്നു? ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ ടോർക്ക് അധികം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ ടോർക്ക് അധികം ഉണ്ടാകുന്നത്? ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഡോറിന്റെ എഡ്ജിന് പാരലൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ ടേണിംഗ് ഇഫക്റ്റ് കൂടുതൽ ഉണ്ടാകുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുമ്പോഴാണോ കൂടുതൽ ഉണ്ടാകുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയെന്നുള്ളത്. ടോ ഈക്വൽ ടു ആർ ഓഫ് സൈൻ തീറ്റ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആർ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ഫോഴ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഇസ് പെർപെൻഡിക്കുലർ ടു ആർ ആൻഡ് എഫ്. ക്രോസ് പ്രോഡക്റ്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ആറിനും എഫിനും പെർപെൻഡിക്കുലർ ആണ്. അതാണ് ടോയുടെ ഡയറക്ഷൻ ചിത്രത്തിൽ വരച്ചിട്ടുള്ളത്. ഇനി ഈ ആർ എഫ് സൈൻ തീറ്റ എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ആർ സൈൻ തീറ്റ ഇൻറ്റു എഫ് എന്നും കൊടുക്കാം, അതുപോലെ ആർ ഇൻറ്റു എഫ് സൈൻ തീറ്റ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുമ്പോൾ ആർ സൈൻ തീറ്റ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു കമ്പോണൻ്റ് ആയിട്ടാണ് വരിക. അതുപോലെ എഫ് സൈൻ തീറ്റ എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഈ ഡെഫിനേഷൻ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇപ്പോൾ ഇത്ര കാര്യം മനസ്സിലാക്കേണ്ടതുള്ളൂ. അതായത് ഇഫ് ദർ ഇസ് എ ഫോഴ്സ് എഫ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ, ഓക്കെ, that force may produce a torque given by tau equal to r cross f. The magnitude of that torque is r of sin theta. Its direction is perpendicular to r and f, and this torque produces a turning effect on the body. ഈ ടോർക്ക് കാരണം ബോഡിയിൽ ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് മറ്റൊരു രീതിയിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കൂ. അതിനു മുമ്പ് യൂണിറ്റ്, ടോർക്കിന്റെ യൂണിറ്റ് ആർ എഫ് സൈൻ തീറ്റ എന്നല്ലേ, അപ്പോൾ അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഡയമെൻഷണൽ ഫോർമുല ml²T⁻². ഈ ഡയമെൻഷണൽ ഫോർമുലയൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ്. വേണമെങ്കിൽ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും, ml²T⁻². അപ്പോൾ ടോ ഈക്വൽ ടു ആർ ഓഫ് സൈൻ തീറ്റ എന്നുള്ളത് നമ്മൾ മാറ്റി എഴുതുന്നത് എങ്ങനെയാണ്? ആർ സൈൻ തീറ്റ ഇൻറ്റു എഫ്, ഓർ that is written as r perpendicular f. എന്താണ് r perpendicular? അവിടെ r sin theta. അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് എന്നുള്ള അർത്ഥത്തിലാണ് r perpendicular എന്ന് കൊടുത്തത്, r sin theta. ഓക്കെ, അപ്പോൾ r sin theta പകരം r perpendicular ഇൻറ്റു അവിടെ f എന്ന് കൊടുത്തു. അതുപോലെ തന്നെ വേറെ രീതിയിൽ എഴുതുന്നു, ടോ ഈക്വൽ ടു r ഇൻറ്റു എഫ് സൈൻ തീറ്റ. അവിടെ എന്താണ്? എഫ് സൈൻ തീറ്റയ്ക്ക് എഫ് പെർപെൻഡിക്കുലർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ r perpendicular is the perpendicular distance of line of action of force from the origin. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ലൈനും പിന്നെ
ഒറിജിനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് r sin theta and അല്ലെങ്കിൽ r perpendicular, and f perpendicular is the component of f in the direction perpendicular to r. f perpendicular അല്ലെങ്കിൽ f sin theta എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിന്റെ കമ്പോണന്റ് ആണ്, പെർപെൻഡിക്കുലർ ടു r. അപ്പോൾ ടോർക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതാമെന്ന് മാത്രമേ ഉള്ളതേ ഉള്ളൂ. ടോ ഈക്വൽ ടു r ക്രോസ് എഫ് ആണ് ടോർക്കിന്റെ ഡെഫിനേഷൻ, അല്ലെങ്കിൽ r of sin theta ആണ് ടോർക്കിന്റെ ഡെഫിനേഷൻ. അത് തന്നെ നമുക്ക് r perpendicular into f എന്ന് എഴുതാം, അല്ലെങ്കിൽ r into f perpendicular എന്ന് എഴുതാം. ഓക്കെ, r perpendicular എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, f perpendicular എന്ന് പറയുന്നത് ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആണ്. അപ്പോൾ ആ ടോർക്ക് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. സോ ടോർക്ക് ഇസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന് റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിന് പകരം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ടോർക്ക്. ടോർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ ടേണിംഗ് ഇഫക്റ്റ് ഓൺ ദ ബോഡി. ഒരു ബോഡിയിൽ ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബോഡിയിലൊരു ടേണിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.